ഈ റിപ്പർ ചന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു കുറ്റവാളി ഉണ്ടായിരുന്നു. അതായത് വീടുകളിൽ കയറി ആളുകളെ തലയ്ക്ക് അടിച്ചു വന്നിട്ട് ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകണേ. റിപ്പർ ചന്ദൻ ഒരു ക്രിമിനലാണ്. തരികിട സാബ് ഒരു ആർട്ടിസ്റ്റാണ്. തരികിട എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പേരാണ്. യു ആർ കണക്ടിങ് എൻറ്റയർലി ഡിഫറെന്റ് പോയിന്റ്സ്. തരികിട ഞാൻ ചെയ്തിരുന്നൊരു പ്രാങ്ക് ഷോ ആണ്. സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം പ്രാങ്ക് ഷോ ചെയ്ത ആള് ഞാനാണ് ടെലിവിഷന്റെ ചരിത്രത്തിൽ. അതായത് സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഫസ്റ്റ് പ്രാങ്ക് സ്റ്റോർ ഞാനായിരുന്നു. ആ ഷോയുടെ പേരാണ് തരികിട എന്നത്. ദാറ്റ്സ് ആൻ അവാർഡ് ടു മീ. കാരണം ഞാനത് ചെയ്യുന്നത് ഞാൻ കോളേജ് കഴിഞ്ഞിറങ്ങുന്ന സമയത്താണ്. അതായത് ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത്. ആ ഇത്രയും വർഷമായിട്ടും എൻ്റെ പേരിൻ്റെ കൂടെ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് നെയിം. ഞാൻ ചോദിച്ചത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം സിനിമയിലൊരു ഇതുണ്ട്, ഒരു സമാധാനപരമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിലേക്ക് അവരുടെ പഴയ പേര് വരുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ആ ക്യാരക്ടറിനെ എന്നെ കൃഷ്ണകുമാർ ഏൽപ്പിച്ച സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് എല്ലാവിധ ക്രൂരതയും റൈസിസവും എല്ലാം കൂടെ ആറ്റി കുറുക്കിയെടുത്ത ഒരു ചെറിയൊരു പീസാണ്. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അതിൻ്റെ ആ വെറുപ്പ് പ്രകടമായിരിക്കണം. കാര്യം ഈ ക്ലാസ് ഓഫ് പീപ്പിളിനെ എനിക്കിഷ്ടമല്ല എന്നുള്ള. അപ്പം അതിനോട് ഒരു പരിധിവരെ നീതി പുലർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്രത്തോളം വിദ്വേഷം ഞാൻ മനസ്സിനകത്ത് എടുക്കേണ്ടി വന്നു. അത് അതിൽ കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ അതിൽ നിന്ന് സിനിമയുടെ ഭാഗമായിട്ട് നീക്കം ചെയ്യപ്പെട്ടു. കുറേ സെൻസറുകാർ കളയാൻ സാധ്യതയുണ്ട്. കാര്യം കുറേ ഡയലോഗൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞായിരുന്നു. അതൊന്നും ഒരിക്കലും സെൻസർ ബോർഡ് അംഗീകരിക്കത്തില്ല. അങ്ങനെയൊക്കെ അഭിനയിച്ചു പോയതാണ് ആ സിനിമ. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതൊരു സാധനം, ഞാൻ ഈ സിനിമ മുഴുവനായിട്ട് കണ്ടത് ഇന്ന് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി. ആൻഡ് ഞാൻ ആര്യെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല, എനിക്ക് ശ്രീലങ്കൻ തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ആ തമിഴിൻ്റെ ഒരു താളമുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് കണക്ട് ആവുകയും ചെയ്തു. മലയാളത്തിൻ്റെ ഭാഷയുടെ ഒരു ഒഴുക്ക് ശ്രീലങ്കൻ ഭാഷയിലുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറായിരുന്നു. സോ അതിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ തിരുവനന്തപുരവുമായിട്ട് എനിക്കുള്ളൊരു അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ടും കൂടി അനന്തൻ കാടിൻ്റെ ഭാഗമായി കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു കൃഷ്ണകുമാർ.